ഹലോ വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ എന്നല്ല, എല്ലാ വീഡിയോ സ്പെഷ്യൽ തന്നെയാണ്. ബട്ട് എന്നാൽ പോലും ഒരുപാട് പേര് ചോദിച്ച ഒരു ഡൗട്ടിൻ്റെ ഒരു ആൻസറും കൂടിയാണ് കേട്ടോ ഞാനിന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ എപ്പോഴും എല്ലാവർക്കും ഇഷ്ടമാണ് വീട്ടിൽ തന്നെ ഒരു ഫേഷ്യലൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. നമുക്ക് ഒഴിവുള്ള സമയത്തൊക്കെ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നതാണ്. നമ്മൾ പല പല ടിപ്സുകളും പല വീഡിയോസ് നമ്മൾ കാണാം. അതൊക്കെ കേട്ടിട്ട് ചിലപ്പോൾ നമുക്കൊരു സൺഡേസൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുവാണെങ്കിൽ നമ്മൾ കൂടുതലും നമ്മൾ എന്തെങ്കിലുമൊക്കെ പരീക്ഷിക്കാറുണ്ട് അല്ലേ. ടിപ്സൊക്കെ കേട്ട് അതുപോലെയൊക്കെ നമുക്ക് എന്തെങ്കിലും ഹോം റെമഡീസ് അല്ലെങ്കിൽ എന്തെങ്കിലും പാക്കൊക്കെ ഇടാനൊക്കെ ട്രൈ ചെയ്യാറുണ്ട്. സോ നമുക്കത് ഓക്കെയാണ്. ഒരുപാട് നല്ല പാക്കുകൾ നമുക്ക് എന്താ പറയുക ഒരുപാട് വീഡിയോസിലൂടെ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ടാവും. ബട്ട് എന്നാൽ പോലും നമുക്കൊരു പ്രൊഫഷണലായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരിക്കും അല്ലേ. ഒരുപാട് ടാനിൻ്റെ പ്രശ്നമുള്ളവർക്ക്, പിഗ്മെൻറ്റേഷൻ്റെ പ്രശ്നം, റിങ്കിൾസ്, ഡ്രൈനസ്, ഇങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു പാർലറിലൊക്കെ പോയിട്ട് നമുക്കൊരു ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് പാർലറിൽ പോയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അത് സത്യത്തിൽ നമുക്കത് പോകാൻ പറ്റുമെങ്കിൽ വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. മന്ത്ലി വൺസ് നമ്മുടെ സ്കിന്നിനെ മെയിൻറ്റെയിൻ നമ്മൾ സ്വയം ചെയ്യണേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും നമ്മളൊരു സലൂണിൽ പോയി നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കാനും നമുക്ക് ആ മസാജും കാര്യങ്ങളെല്ലാം നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതിൽ ഒരു ഡൗട്ടും വേണ്ട. ബട്ട് നമുക്ക് പോകാൻ പറ്റാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എപ്പോഴും അതുപോലെ ഒന്നും പോകാനോ നമ്മളുടെ സ്കിൻ അതുപോലെ കറക്റ്റ് മന്ത്ലി വൺസ് നമ്മൾ സലൂണിലൊന്നും പോയി നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ, എന്നാൽ നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഏതാണെന്ന് അറിയാത്തവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ശരിക്കും പറഞ്ഞത്. കാരണം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഏതാണെന്നൊന്നും അറിയത്തില്ല. പ്ലസ് നമുക്ക് റിസൾട്ടുള്ള ഫേഷ്യൽ കിറ്റ് ഏതാണെന്ന് അറിയോ അതും അറിയത്തില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പരസ്യമോ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ അതൊക്കെ മേടിച്ച് നമ്മൾ ചിലപ്പോൾ ട്രൈ ചെയ്യാറുണ്ട് നമുക്ക് സമയം കിട്ടുമ്പോൾ. അങ്ങനെ നിങ്ങൾക്ക് ഇനിയും ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഞാനൊരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. അപ്പോൾ അത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കറിയാം നമ്മളുടെ ഈ ഒരു ചാനലിനെ സംബന്ധിച്ച് മാക്സിമം നല്ല പ്രൊഡക്റ്റുകൾ ഞാൻ എന്താ പറയുക പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ബിക്കോസ് നല്ലതായതുകൊണ്ട് ചെയ്തോട്ടെ, കുഴപ്പമില്ല, റിസൾട്ട് ഉണ്ടാവും. റിസൾട്ട് ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിലും എല്ലാ പ്രൊഡക്റ്റും ഞാൻ പറഞ്ഞു തരാറുണ്ട്. സോ അതുപോലെ തന്നെയാണ് ഇതും. നമുക്കും ഒഴിവുള്ള സമയത്ത് അല്ലെങ്കിൽ നമുക്കും സലൂണിൽ പോകാൻ സമയം കിട്ടിയില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റ് വീട്ടിൽ തന്നെ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റും കൂടിയാണ്. അപ്പോൾ അത് എനിക്ക് നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി, അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു ആൻറ്റി ടാൻ ഫേഷ്യൽ കിറ്റ് പ്ലസ് നമുക്ക് പീലിംഗ് മാസ്കോട് കൂടിയിട്ടാണ്. പീലിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് നമ്മളുടെ ഡെഡ് സെൽസിനെയൊക്കെ റിമൂവ് ചെയ്യാനും നമ്മളുടെ ആ ഒരു സ്കിൻ എന്താ പറയുക സ്കിന്നെ ഒന്നും കൂടെ നമുക്ക് ലൈറ്റൻ ചെയ്യാനും ബ്രൈറ്റ് ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണ് പീൽ ഓഫ് മാസ്ക്. അപ്പോൾ അത് കുറച്ചും കൂടെ നല്ല പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടിയാലോ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കുമല്ലോ. നമ്മളുടെ സ്കിന്നിലുള്ള ആ ഒരു എന്താ പറയുക അണ്ണിവണൊക്കെ മാറ്റിയെടുക്കാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതും കൂടിയാണ് കേട്ടോ. അപ്പോൾ അതിന് പറ്റുന്ന നല്ലൊരു പ്രൊഡക്റ്റാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മളുടെ O3+ ആണ് കേട്ടോ ഇത് പ്രൊമോഷൻ വീഡിയോ അല്ല, അതാദ്യം പറഞ്ഞേക്കാം. O3+ നമുക്ക് ഡീടാൻ ഫേഷ്യലാണ് വരുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ആൻറ്റി ടാനും നമ്മളുടെ സ്കിന്നിലെ ഡൾനെസ് മാറ്റാനും ആണ് നമുക്കിത് ശരിക്കും പറഞ്ഞാൽ കൂടുതലും നമുക്ക് യൂസ് ആവുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് ടാനും പ്രശ്നമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഇതുപോലൊരു കിറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വളരെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ യൂസ് ചെയ്യണമെന്നും കൂടി പറഞ്ഞുതരാം. പിന്നെ ഏത് പ്രായം മുതൽ ഒരുപാട് പേർ നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, മാം ഏത് പ്രായം തൊട്ട് നമുക്ക് ഫേഷ്യൽ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ആക്ച്വലി ഞാൻ ഒരിക്കലും ഒരു 18 വയസ്സിൻ്റെ താഴെയുള്ള പിള്ളേർക്കൊന്നും നമുക്കിങ്ങനെ വേണമെന്ന് നിർബന്ധമായിട്ട് നമ്മൾ പറയത്തില്ല. ശരിക്കും പറഞ്ഞാൽ സ്കിൻ കെയർ എന്നുള്ളൊരു പ്രൊസീജിയർ മാത്രമാണ് ആ ഒരു ടൈമിൽ 18 ഇയേഴ്സ് 16 to 18 ഇയേഴ്സ് 16 മുതൽ 18 വയസ്സാകുമ്പോൾ നമുക്കൊരു പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളുടെ സ്കിൻ കെയർ പ്രൊസീജിയർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലത്തെ ഒരു ഫേഷ്യലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 28 ഇയേഴ്സ് എങ്കിലും ആകുമ്പോൾ തുടങ്ങിയാൽ മതി. അതല്ലാതെ ഇപ്പോൾ നമുക്ക് കൂടുതൽ പാരൻസിൻ്റെ ഒരു കൺസേൺ ആണ് മക്കൾ പെട്ടെന്ന് തന്നെ അവരുടെ സ്കിൻ ഓക്കെ ആവണം, അവർ ഭയങ്കര ബ്രൈറ്റ് ആവണം, അവർ ഭയങ്കര സുന്ദരന്മാരൊക്കെ ആവണമെന്ന് വിചാരിച്ച് പെട്ടെന്ന് അവർക്ക് പല പല ഫേഷ്യൽസും ഒക്കെ ചെയ്യാനായിട്ട് സലൂണിൽ കൊണ്ടുപോകുന്ന ഒത്തിരി പാരൻസ് ഉണ്ട്. അപ്പോൾ അവരോടാണ് പറയാനുള്ളത്, നിങ്ങൾ അത്രയും ഏർലി ആയിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കുട്ടികളുടെ സ്കിൻ കെയർ ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അത്രയും നേരത്തെ നമുക്ക് സ്കിൻ കെയർ എടുക്കാം. പിന്നെ ഒരുപാട് പേര് നമ്മളുടെ വീഡിയോ കാണുമ്പോൾ പറയാം നിങ്ങൾക്ക് എന്തിനാ അങ്ങനെ വലിച്ചു നീട്ടുന്നത്, നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞുകൂടെയെന്ന്. എൻ്റെ വീഡിയോ സംബന്ധിച്ച് എൻ്റെ വീഡിയോ കേൾക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് അറിയാം ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും അത്രയും ക്ലിയർ ചെയ്ത് പറഞ്ഞു കൊടുക്കണമെന്ന് എനിക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത്
കാണാൻ താല്പര്യമില്ലാത്തവർ ദയവ് ചെയ്ത് നമ്മൾ വീഡിയോ കാണേണ്ട, സ്കിപ്പ് ചെയ്ത് പോകാം. കാരണം നിങ്ങൾക്ക് അത്ര പോലും സമയമില്ലെങ്കിൽ നിങ്ങളത് കാണേണ്ട കാര്യമില്ല, സ്കിപ്പ് ചെയ്യാം. അപ്പോൾ അതല്ല നമുക്ക് ആവശ്യമാണ് എന്ന് തോന്നുവാണെങ്കിൽ കാണുക കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു കിറ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പം ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, 28 വയസ്സ് മുതലൊക്കെ നമുക്കിതുപോലത്തെ ചെയ്താൽ മതി. അതിന് മുന്നേ ഞാൻ ഭയങ്കരമായിട്ട് അങ്ങനെ ആവണം ഇങ്ങനെ ആവണം എന്നൊന്നും ചെയ്യേണ്ട. പിന്നെ ഒരു 23 വയസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല, സ്കിന്നിന് വേറെ പ്രശ്നമൊന്നും വരത്തില്ല, നമുക്ക് ചെയ്യാം. 23 വയസ്സ് മുതൽ ചെയ്യാം. പക്ഷേ 28 വയസ്സ് മുതൽ നിങ്ങൾക്ക് സ്കിൻ നല്ലപോലെ ഒരു മെച്ചോർഡായിട്ടുണ്ട്. നമ്മളുടെ ഒരുപാട് 28 to 30 എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഹോർമോണൽ ചേഞ്ചസിൻ്റെ ഒരു ടൈം കൂടി ആയിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ സ്കിൻ കെയർ എന്നുള്ള ഒരു പാർട്ടിൽ നമുക്ക് ഇതെല്ലാം ഉൾപ്പെടുത്താൻ പറ്റും. ബട്ട് ഒരു 23 വയസ്സിൽ ചെയ്താൽ പിന്നെയും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ബട്ട് നിർബന്ധമില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇതിനകത്ത് എന്തൊക്കെ സംഭവങ്ങളാണ് ഉണ്ട് എന്നുള്ളത് കേട്ടോ. ഇതിനകത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ഇതായിരിക്കും. ഞാൻ ഇതെല്ലാം ഓൾറെഡി പൊട്ടിച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ആദ്യം ഇതിനകത്ത് വരുന്നത് ഇങ്ങനെ നമുക്കിതിൽ കാണാൻ പറ്റും കേട്ടോ. ഈ രീതിയിലായിരിക്കും ഓരോ പാക്കായിട്ട് വരുന്നത്. ഇതിൽ നമുക്ക് 4 പ്രൊസീജിയറാണ് വരുന്നത് കേട്ടോ. ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഡീറ്റാൻ ക്ലെൻസർ ആണ് വരുന്നത്. അപ്പോൾ ഡീറ്റാൻ ക്ലെൻസർ ഇട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നല്ല പോലെ ഇതിനകത്ത് വളരെ കുറച്ച് പ്രൊഡക്റ്റേ ഉണ്ടാവുള്ളൂ കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിച്ച് യൂസ് ചെയ്യുക. ഇതെല്ലാം 1 ടൈം യൂസാണ്. അപ്പോൾ ഇങ്ങനെ അടച്ചിട്ടുണ്ടാവും. ഇത് പതുക്കെ ഇങ്ങനെ തുറന്നിട്ട് ഇതിനകത്ത് ഡീറ്റാൻ്റെ ക്ലെൻസർ ഉണ്ട്. സോ ഇതൊരു 3 to 5 minutes നിങ്ങൾ നല്ല പോലെ ഈ ഒരു മെത്തേഡിൽ നന്നായിട്ട് മസാജ് ചെയ്ത് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക കേട്ടോ. ക്ലെൻസിങ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ് ക്ലെൻസിങ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ ഫേസ് വാഷൊക്കെ ഇട്ട് വാഷ് ചെയ്ത് കളയൂലേ, അതുപോലെ നമ്മളുടെ എക്സസ് ആയിട്ടുള്ള മേക്കപ്പോ കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും അതിനെല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലപോലെ ക്ലെൻസ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നന്നായിട്ട് ഒരു തുണി നല്ലപോലെ നനച്ചിട്ട് അത് നല്ലപോലെ വൈപ്പ് ചെയ്യുക, തുടച്ച് വൃത്തിയാക്കി എടുക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് വാഷ് ഔട്ട് ചെയ്താലും മതി. അതിനുശേഷം നന്നായിട്ട് ഫേസ് ഒന്ന് നല്ല തുടച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്ത് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പീൽ സ്ക്രബാണ് വരുന്നത് കേട്ടോ. ഈ സ്ക്രബ് യൂസ് ചെയ്ത് നല്ലപോലെ അതും ഒരു 3 മുതൽ 5 മിനിറ്റ് വരെ നല്ലപോലെ മസാജ് കൊടുക്കുക. ഒരുപാട് ഇങ്ങനെ ഉരയ്ക്കരുത്, ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു മെത്തേഡിൽ മനസ്സിലായി. ഇങ്ങനെയായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെ വളരെ സോഫ്റ്റായിട്ട് ചെയ്യുക. നമ്മളുടെ സ്കിൻ എന്ന് പറയുന്നത്, നമ്മുടെ ഫേസ് എന്ന് പറയുന്നത് ഭയങ്കര സെൻസിറ്റീവാണ്. സോ ഒത്തിരി ഹാർഷായിട്ട് ചെയ്യരുത്, നല്ല സോഫ്റ്റായിട്ട് ചെയ്യാം. ഓക്കെ, അത് നമ്മളുടെ സെക്കൻഡ് പ്രൊസീജിയർ. അതും 3 to 5 minutes. ദെൻ വാഷ് ഔട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ വൈപ്പ് ചെയ്ത് കളയാം. നല്ല നനച്ചിട്ട് നല്ല വൃത്തിയുള്ള ടവൽ വെച്ച് ക്ലീൻ ചെയ്യാം. ദെൻ നെക്സ്റ്റ് തേർഡ് വൺ വരുന്നത് നമുക്കൊരു മസാജ് വരുന്നുണ്ട്, മസാജിങ് ക്രീം വരുന്നുണ്ട്. സോ ഈ സ്ക്രബ് ചെയ്തതിന് ശേഷം ആ മസാജ് ക്രീം യൂസ് ചെയ്തിട്ട് നല്ലപോലെ ഒരു 7 to 10 minutes കൊടുത്താലും കുഴപ്പമില്ല, നന്നായിട്ടൊന്ന് മസാജ് കൊടുക്കുക. ചിലവർ ആ മസാജ് സ്കിപ്പ് ചെയ്യാറുണ്ട്. സമയമുണ്ടെങ്കിൽ നിങ്ങൾ മസാജും കൂടി ചെയ്താൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്ലെൻസിങ് വരുന്നുണ്ട്, ദെൻ സ്ക്രബ്, ദെൻ മസാജ്. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വരുന്നത് നമ്മളുടെ മാസ്ക്. ഇതുപോലെ ആയിരിക്കും ഇങ്ങനത്തെ ഒരു പാക്ക് നമുക്കിതിലുണ്ടാവും കേട്ടോ. ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് 60 മില്ലി വെള്ളത്തിൽ നമുക്ക് ഒരു പേസ്റ്റ്, ഇതിൽ പൗഡറാണ് വരിക കേട്ടോ. ആ പൗഡർ ഒരു നല്ല വൃത്തിയുള്ള ബൗൾ എടുക്കുക. അതിനകത്ത് 60 ml വാട്ടർ എടുക്കുക. 60 ml നമ്മൾ അളവ് നോക്കിയിട്ട് എടുത്താൽ മതി. നമുക്ക് ഇച്ചിരി ഒഴിക്കുമ്പോൾ തന്നെ അറിയും, ഒരുപാട് കട്ടിയിലും ഉണ്ടാവരുത്, എന്നാൽ ഒരുപാട് വെള്ളം പോലെ ആവാതെ ഒരു പേസ്റ്റ് പരുവത്തിലാക്കുക. എന്നതിന് ശേഷം നമ്മൾ ഫേസ് ഫുള്ളായിട്ട് നമ്മൾ അപ്ലൈ ചെയ്തത് ഇതുപോലെയായിരിക്കും ഇരിക്കുക കേട്ടോ. ഈ ഒരു മെത്തേഡിലായിരിക്കും ഇരിക്കുക. കാരണം ഉണങ്ങും തോറും അത് സ്കിന്നിലേക്ക് ശരിക്കും മാസ്ക് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ അത് 60 ml വാട്ടറിൽ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് ഒരു മാസ്ക് നമ്മൾ ഒട്ടിച്ച് വെച്ച പോലെ ഉണ്ടാവും. കുറച്ച് സമയം കഴിയുമ്പോൾ അത് നമ്മൾ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്ക് വയ്ക്കാവുന്നതാണ്. മനസ്സിലായോ? 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ വയ്ക്കാം. ദെൻ അതിനുശേഷം നമ്മൾ ഫുൾ നെക്ക് ഉൾപ്പെടെ നമുക്കിത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ പതുക്കെ ഇതിങ്ങനെ പീൽ ചെയ്ത് നമ്മൾ താഴ്ന്നും മേളിലേക്ക് വേണം കൊണ്ടുവരാൻ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കല്ല, നമ്മൾ താഴ്ന്ന് പതുക്കെ പീൽ ചെയ്ത് കൊണ്ടുവരാം. മനസ്സിലായോ? അതൊരു 15 to 20 മിനിറ്റ് നല്ല പോലെ നമുക്ക് ഇതിനകത്തുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്തതിന് ശേഷം മാത്രമാണ് എടുക്കേണ്ടത്. അപ്പോൾ അത് കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. വളരെ സൂപ്പർബായിട്ടുള്ള റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. നമുക്ക് സലൂണിൽ പോകാതെ തന്നെ നമുക്കിതുപോലെ നമ്മളെപ്പോഴും ഈ വെയിലത്ത് പോകുന്നവർ, ഇനിയിപ്പോൾ നമുക്കറിയാം ഈ മാർച്ച് ഏപ്രിലൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല ചൂടാണ്, ഭയങ്കര ടാനൊക്കെ ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ
ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫേഷ്യലാണ് കേട്ടോ. ഒരു ഡീറ്റാൻ ഫേഷ്യലാണ്. പ്ലസ് നമുക്കിതിനകത്ത് പീൽ ഓഫ് മാസ്കും കൂടി വരുന്നത് കൊണ്ട് ഭയങ്കര റിസൾട്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മളോടും കൂടി അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് പീൽ ഓഫ് മാസ്ക്. ഇതിനകത്ത് പൗഡറാണ് വരുന്നത്. അപ്പോൾ 60 ml വെള്ളത്തിലാണ് മിക്സ് ചെയ്യുന്നത്. ഞാൻ വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ പറയുന്നത് മിസ്റ്റേക്സ് വരാതെ കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും ചെയ്യുക കേട്ടോ. അപ്പോൾ പാർലറിൽ പോകാനൊന്നും സമയമില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അതുപോലെ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2-3 ദിവസം മുമ്പ് തന്നെ ഇതൊക്കെ ചെയ്യുക. ഫംഗ്ഷനൊക്കെ ഉള്ളവർ അതിൻ്റെ തലേന്ന് പോയിട്ട് ഇതുപോലത്തെ പ്രൊഡക്റ്റ് വാങ്ങിച്ച് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ചെയ്യരുത്. ഒരു 2 days ബാക്കെങ്കിലും എപ്പോഴും നമ്മൾ സ്കിൻ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തിരിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായോ അറിയിക്കുക. ഞാൻ മാക്സിമം ഇതിനെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഒത്തിരി പേർക്ക് ഇത് ഫുള്ളി ഇരുന്ന് കാണാനുള്ള സമയമൊന്നും ഇപ്പം ഇല്ല. എല്ലാവരും ബിസി ആയതുകൊണ്ട് ആർക്കും സമയം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം ചുരുക്കി തന്നെയാണ് പറഞ്ഞേക്കണത് കേട്ടോ. കുറച്ചും കൂടി ഷോർട്ടാക്കിയിട്ട് തന്നെയാണ് പറഞ്ഞേക്കണം. കാരണം ഓരോ പ്രൊസീജിയറിനെ കുറിച്ചും ഓരോ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഒരു പ്രൊഫഷൻ ടീച്ചിങ് കൂടെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ. പക്ഷെ അത് കേട്ടിരിക്കുന്നവർ എന്നോട് കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്നു, ഞങ്ങൾ സ്റ്റുഡൻ്റ് അല്ല, അതും കൂടി ഓർക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, നിങ്ങൾ സ്റ്റുഡൻ്റ് അല്ല, ഐ നോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് സംഭവം എന്താണെന്ന് അറിയണം, അത് ചെയ്യണം, അത്രയേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും എന്തിന് ചെയ്യണമെന്നും എന്തിന് വേണ്ടിയെന്നും കൂടെ മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുക. എനിവേ, ഈ വീഡിയോ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്ത് അറിയിക്കുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോളൂ. ഓക്കെ, ബൈ ബൈ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്